ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പടവലങ്ങയും പരിപ്പും കൊണ്ടൊരു ഒഴിച്ചു കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഈ കറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് കുതിരാനായിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 തക്കാളിയും 1 സവാളയും 6 പച്ചമുളകുമാണ് ഞാനിവിടെ കീറി വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. ഈ കറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പരിപ്പാണ്. നിങ്ങളുടെ കൈവശം ഏത് പരിപ്പാണോ ഉള്ളത് ആ പരിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായി പടവലങ്ങയാണ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ പടവലങ്ങ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ തക്കാളിയും 6 പച്ചമുളക്, അരിഞ്ഞു വെച്ചിരുന്ന സവാള എല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് 3-4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അതൊരു കളർ കിട്ടുന്നതിനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് 1 വിസിൽ വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പടവലങ്ങയും തക്കാളിയും പരിപ്പൊന്നും ഒരുപാട് വേവില്ലാത്തതല്ലേ, അപ്പോൾ ഒറ്റ വിസിൽ മതിയാവും. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടുന്ന അരപ്പൊടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായി ഒരു മൺചട്ടി തീയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറി വേവിച്ചില്ലേ, ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറി കുറച്ച് ലൂസായിട്ടിരുന്നാലും കറി തണുത്ത് കഴിയുമ്പോൾ പരിപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറുകി വരും. ഇനി കറി നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ ഒന്ന് കറിയിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചക്കറിവേപ്പില കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കുന്നതിനായി ഒരു ചട്ടി തീയിലേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കതൊന്ന് താളിച്ചെടുക്കാം. കടുക് താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പടവലങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഒരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ആ താളിപ്പൊക്കെ ഒന്ന് കറിയിൽ പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ പരിപ്പ് കറി ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം വേറെ കൂടുതൽ കറിയൊന്നും വേണ്ട, ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഞാൻ മുൻപൊക്കെ പരിപ്പ് കറി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരിപ്പ് പടവലങ്ങ കോമ്പിനേഷനിൽ ആദ്യമായിട്ടാണ് കറി തയ്യാറാക്കി നോക്കുന്നത്. തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ നല്ലൊരു കറിയാണിത്. ഈ ഓണക്കാലത്ത് വ്യത്യസ്തമായൊരു ഒഴിച്ചുകറി തയ്യാറാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് സദ്യയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി കൂടിയാണിത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക് യു.